പ്രവാസലോകത്തെ വാർത്തകൾ. അബുദാബിയിൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർക്ക് ലൈസൻസ് നിർബന്ധമാക്കി അനധികൃതമായി ഇടപാട് നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുന്നറിയിപ്പ്. അബുദാബിയിൽ അനധികൃത റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കെതിരെ കർശന നടപടി. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർക്കും ഏജന്റുമാർക്കും അബുദാബിയിൽ ലൈസൻസ് നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ട്സ് അറിയിച്ചു. അനധികൃതമായ ഇടപാടുകൾ നടത്തുന്നവർക്കെതിരെ പിഴയുൾപ്പെടെ കടുത്ത നടപടിയുണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലെ സുതാര്യത വർദ്ധിപ്പിക്കാനും തർക്കങ്ങൾ കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് നീക്കം. നിക്ഷേപകർ നൽകുന്ന പണം കൃത്യമായി നിശ്ചിത പദ്ധതികളിൽ വിനിയോഗിക്കുന്നുണ്ടെന്നുറപ്പാക്കാൻ എക്സ്ക്രോ അക്കൗണ്ടുകൾ വഴിയുള്ള ഇടപാടുകൾ കൂടുതൽ കർശനമാക്കും. റിയൽ എസ്റ്റേറ്റ് കരാറുകൾ സർക്കാർ പോർട്ടലുകൾ വഴി ഡിജിറ്റലായി രജിസ്റ്റർ ചെയ്യണമെന്നും നിർബന്ധമാക്കി. ഇത് വാടകക്കാരുടെയും ഉടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കും. റിയൽ എസ്റ്റേറ്റ് പദ്ധതിയുടെ പരസ്യങ്ങൾ നൽകുന്നതിന് മുൻപ് അധികൃതരിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണമെന്നും നിർദ്ദേശമുണ്ട്. തെറ്റായ വിവരങ്ങൾ നൽകി ഉപഭോക്താക്കളെ വഞ്ചിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അറേബ്യയിൽ വിസിറ്റ് വിസ നീട്ടൽ നടപടി ആരംഭിച്ചു. ഫെബ്രുവരി 25-ന് കാലാവധി അവസാനിച്ച വിസിറ്റ് വിസയുള്ളവർക്ക് അബ്ഷീർ പ്ലാറ്റ്ഫോം വഴി വിസ കാലാവധി നീട്ടാൻ അപേക്ഷ നൽകാം. സൗദി അറേബ്യയിൽ വിസിറ്റ് വിസ ഇളവുകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിസ കാലാവധി നീട്ടി നൽകുന്ന നടപടികൾ ആരംഭിച്ചു. സൗദി പാസ്പോർട്ട് വകുപ്പാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഫെബ്രുവരി 25-ന് കാലാവധി അവസാനിച്ച വിസിറ്റ് വിസയുള്ളവർക്ക് അബ്ഷീർ പ്ലാറ്റ്ഫോം വഴി കാലാവധി നീട്ടിയെടുക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ച നിശ്ചിത ഫീസ് അടച്ചാൽ ഏപ്രിൽ 18 വരെയാണ് കാലാവധി ലഭിക്കുക. സൗദി ഭരണകൂടത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ആഭ്യന്തര മന്ത്രാലയമാണ് ഇളവുകൾ പ്രഖ്യാപിച്ചത്. 2026 ഫെബ്രുവരി 25-ന് കാലാവധി തീർന്ന ഉംറ, ട്രാൻസിറ്റ്, ഫൈനൽ എക്സിറ്റ് വിസകൾ കൈവശമുള്ളവർക്ക് വിസ നീട്ടുകയോ ഫീസോ പിഴയോ അടയ്ക്കുകയോ ചെയ്യാതെ തന്നെ അന്താരാഷ്ട്ര തുറമുഖങ്ങൾ വഴി നേരിട്ട് രാജ്യം വിടാമെന്നും പാസ്പോർട്ട് വകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.